അത് ശരിയല്ലല്ലോ, വിളിക്കണമല്ലോ. അതല്ലേ എൻ്റെ രീതി അനുസരിച്ച് വിളിക്കണമായിരുന്നു. വിളിക്കാത്തത് തെറ്റാണ്. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ ഒന്നാണ് ദേശീയപാത 66ന്റെ വികസനം. UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം മുടങ്ങിപ്പോയ ദേശീയപാത വികസനം 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരിന്റെ ഇടപെടലുകളുടെ ഫലമായാണ് പുനരാരംഭിച്ചത്. രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം ദേശീയപാത വികസനത്തിന്റെ സ്ഥലമേറ്റെടുപ്പിനായി ഇത്രയധികം തുക ചെലവഴിക്കുന്നത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ കേരളത്തെ ഇക്കാര്യത്തിൽ പലതവണ അഭിനന്ദിച്ചിട്ടുമുണ്ട്. എന്നാൽ അതേ ദേശീയപാത വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. ഇത്തരമൊരു ചടങ്ങിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ശരിയായോ? ജനം പ്രതികരിക്കട്ടെ. അത് തെറ്റായ നടപടിയാണ്. കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കുകയാണ്. പൊതുമരാമത്ത് റിയാസിനെയും പങ്കെടുപ്പിക്കേണ്ടതാണ്. അതൊരു ശരിയായ നടപടിക്രമമല്ല പങ്കെടുപ്പിക്കാത്തത്. 100% പങ്കെടുപ്പിക്കണമല്ലോ. വകുപ്പ് മന്ത്രി അത്ര ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടിയാണ് അത് മാറ്റി നിർത്തിയിട്ടുള്ളത്. വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ശരിക്കും ഇതിനു വേണ്ടിയിട്ട് വളരെയധികം വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്ത ഒരാളാണ്. തികച്ചും രാഷ്ട്രീയമായ കാഴ്ചപ്പാട് കൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയത് ശരിയായിട്ടുള്ള രീതിയില്ല. വളരെ മോശമായ നിലപാടാണ് അവർ കേന്ദ്രം സ്വീകരിച്ചത്. എല്ലാ പ്രാവശ്യം അവരിങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസ് മന്ത്രി ഇത്രയും പാടുപെട്ടിട്ട് മാറ്റി നിർത്താനുള്ള ഒരു നിർവാഹവുമില്ല. അതിന് നല്ല രീതിയിൽ യോജിച്ച ആളാണ് മുഹമ്മദ് റിയാസ്. നമ്മുടെ സ്റ്റേറ്റിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്ററാണ് അദ്ദേഹം. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അത് ചെയ്തൊട്ടും ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നാഷണൽ ഹൈവേക്ക് കൂടുതൽ സംഖ്യ അങ്ങോട്ട് കൊടുത്തിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് കേരള സർക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാന്യനായ മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തിയത് തെറ്റാണെന്ന്. അത് വേണമായിരുന്നു, ശരിയായില്ല. അത് ശരിയായ നടപടിയല്ല മാറ്റി നിർത്തിയത്. കേന്ദ്രം അങ്ങനെ ചെയ്തത് തെറ്റാണ്. അല്ല, തെറ്റാണത്. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് പൂർണ്ണമായിട്ട് തെറ്റാണ്. കാരണം ഏറ്റവും നല്ല പൊതുമരാമന്ത്രിയാണ്, റവന്യൂ മന്ത്രിയാണ്. അല്ല, അദ്ദേഹം PWD മന്ത്രിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാത്ത വളരെ മോശമായ പരിപാടി. നമ്മുടെ ഇവിടുത്തെ മന്ത്രിയെ ക്ഷണിക്കാത്തത് അത് വലിയൊരു തെറ്റാണ്. കാരണം പ്രധാനമന്ത്രി വരുന്നെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയാണല്ലോ മുഹമ്മദ് റിയാസ് സാറ്. അപ്പോൾ അവർ ക്ഷണിക്കേണ്ടതായിരുന്നു. ക്ഷണിക്കാത്തത് വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം.